ഗോവയിലെ കണക്ക് വന്നിട്ടുണ്ട്. ഗോവയിൽ ഒന്ന് NDAക്കും ഒന്ന് ഇന്ത്യ മുന്നണിക്കും. രണ്ടിലൊന്ന് ഇന്ത്യക്ക് കിട്ടുന്നു. ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യക്ക് ഒരു സീറ്റ് ഗെയിനാണ്. പക്ഷെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായിട്ടാണല്ലോ വിധിയെഴുത്തുണ്ടായത്. അത് പിന്നീട് പർച്ചേസ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഗോവയിൽ ഇത്തവണ പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനാണ്. അതെ, നിരുപാധിക പിന്തുണ. അപ്പൊ 1-1 എന്ന് ഗോവയിൽ നില മെച്ചപ്പെടുത്തുന്നു. രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുന്നു. ബീഹാറിൽ നില മെച്ചപ്പെടുത്തുന്നു. ആക്സിസ് മൈൻഡിയുടെ കണക്ക് പ്രകാരം പിന്നെ ഇവർ തമ്മിലുള്ള, അതായത് NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഡിഫറൻസ് ഇരട്ടിയിലധികമായിരിക്കും. അതെ, 144 മുതൽ 162 വരെ സീറ്റുകൾ, 234 സീറ്റുകളുടെ ഫലസൂചനകൾ എക്സിറ്റ് പോളിൽ വരുമ്പോൾ NDA നേടുമെന്നും 70 മുതൽ 88 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി നേടുമെന്നും പ്രവചിച്ചിരിക്കുന്നു. ഇന്ത്യ ടുഡേ കൃത്യം 50%. ഒരു കാര്യം ഉറപ്പിച്ചു, ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നുള്ളതിന് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇപ്പൊ നിലവിലുള്ള 6 സർവേകളും അത് തന്നെയാണ്. ഒരൊറ്റ സർവേ പോലും ഇന്ത്യ മുന്നണി 250 കടക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രത്തെ കുറിച്ച് പ്രതീക്ഷിക്കാനാണ്. തീർച്ചയായിട്ടും 2004 പ്രതീക്ഷയല്ല. ഇപ്പോഴും ഒരു ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേ അനുസരിച്ച് നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് BJPക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാനില്ല. ഉണ്ടെങ്കിൽ പറയും. ഉണ്ട്, നിലവിലുണ്ട് സാർ. നോക്കൂ, ഇതിനകം 234 സീറ്റുകളാണ് പ്രവചനം വന്നിരിക്കുന്നത്. അതിൽ 144 മുതൽ 162 വരെ കിട്ടാമെന്ന് പ്രവചിച്ചിരിക്കുന്നു. ഇനി വരാനുള്ളത് ഏകദേശം 300 സീറ്റുകളാണ്. ആ 300 സീറ്റുകളുടെ പാതി നേടിയപ്പോഴും കേവല ഭൂരിപക്ഷം ടോട്ടൽ NDAയുടെ ആണ്. ആന്ധ്രാപ്രദേശ് അടക്കമുള്ള NDA ആണ് സാർ. ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ പ്രദേശവും കൂടെ ചേർത്തിട്ടുള്ള അതല്ലേ പറയുന്നത്. TDP അടക്കം വരുന്നു. TDP ഒരു മുഖ്യ കക്ഷിയായിട്ട് വരുന്നുണ്ട്. ആണ്, ഡെഫിനറ്റ്ലി ആണ് സാർ. ബട്ട് നോക്കൂ, ഈ കണക്കുകളിൽ 5.8 ലക്ഷമാണ് അവരുടെ സാമ്പിൾ സൈസ് എന്നാണ് മൈ ആക്സിസ് അവകാശപ്പെടുന്നത്. 5.8 ലക്ഷം സാമ്പിൾ സർവേയിൽ നിന്നാണ് നിലവിൽ BJPയുടെ വലിയ ഒരു മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത്. തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും അതൊരു വലിയ കണക്കാണ്, വലിയ സൂചനയാണ്. ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഇത്തവണ താമര ആ രീതിയിൽ വിരിയില്ലെങ്കിലും പൊതുവെ ഇന്ത്യയിൽ 350 കടക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. 6 ഏജൻസികളും മോദിയുടെ വിജയം പ്രവചിക്കുമ്പോൾ ഒരൊറ്റ ഏജൻസി പോലും ഇന്ത്യ മുന്നണിക്ക് 250 പോലും കിട്ടുമെന്ന് പ്രവചിക്കുന്നില്ല. 200 ആകെ പ്രവചിക്കുന്നത് ദൈനിക് ഭാസ്കറിന്റെ ഏജൻസി മാത്രമാണെന്നും ശ്രദ്ധേയമാണ്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് എല്ലാ ഏജൻസികളും പറയുമ്പോൾ ഒരൊറ്റ ഏജൻസി മാത്രം, ടൈംസ് നൗ മാത്രമാണ് 0 മുതൽ 1 വരെ എന്നൊരു കണക്ക് നൽകുന്നത്. ബാക്കിയുള്ള ഏജൻസികൾ കേരളം മാത്രമല്ല അരുണെ, തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുക. 4 വരെ സീറ്റ് നേടാന്നല്ല. തമിഴ്നാട്ടിൽ നേരത്തെ അക്കൗണ്ട് തുറന്നിട്ടുണ്ടല്ലോ ശ്രീയാൻറ്റോ. കാരണം വെച്ചാൽ ഇപ്പം കന്യാകുമാരിയിൽ ജയിച്ചിട്ടുണ്ട്, പൊൻ രാധാകൃഷ്ണൻ ജയിച്ചിട്ടുണ്ടല്ലോ, നാഗർകോവിലിൽ ജയിച്ചിട്ടുണ്ട്. നേരത്തെ അവർ ADMKയുടെ പിന്തുണയോടുകൂടി, അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ട് ADMK ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ ഒറ്റക്കക്ഷിയായിട്ട് മത്സരിക്കുന്ന BJPക്ക് തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കുകയാണെന്നത് ചെറിയ കാര്യമല്ല. 4 സീറ്റോട് അവിടെ അണ്ണാമലൈ ഫാക്ടർ എന്നുള്ളത് ചെറിയൊരു വികാരം. അവിടെ 25% ഓഫ് വോട്ട്സും വരും. അണ്ണാമലൈ 20% എത്തുന്നു, ചെറിയ കാര്യമല്ല. വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഈ പട്ടാളി മക്കൾ കക്ഷിയൊക്കെ പോലുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിയായിട്ട് നിങ്ങൾ കാണണ്ട. ബെൽറ്റുകൾ ഈ അണ്ണാമലൈ എഫക്ട് നമ്മൾ പറഞ്ഞ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ PMK എന്ന് പറയുന്ന പാർട്ടി, MDMK എന്ന് പറയുന്നത് വൈക്കോട് MDMK എന്ന് പറയുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വോട്ട് ബാങ്കുകളല്ലത്. ചില കോൺസ്റ്റിറ്റ്യുവൻസികൾ ദേ ആർ വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് ജയിക്കാൻ പറ്റിയേക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ പെട്ടെന്ന് ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞതല്ല. അണ്ണാമലയുടെ ലീഡർഷിപ്പിന് നമ്മൾ ചെറിയതായി തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡെഫിനറ്റ്ലി അരുണെ, എന്റെ പൊന്നരുണെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ നാഷണൽ ടെലിവിഷൻ ചാനലുകളിലൊക്കെ കാണുന്ന കോൺക്ലേവിൽ നിന്നും അയാളുടെ ഈ പ്രസംഗങ്ങളിൽ നിന്നും നമ്മൾ അയാൾ ഒരു പോൾ ഇഫക്ടർ ആണെന്നൊന്നും വിചാരിക്കരുത്. അതല്ല ഞാൻ പറയുന്നത്. ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ഇരുന്നല്ല. ആയിക്കോട്ടെ. ഈ അണ്ണാമല എന്ന് പറയുന്ന ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഞാനങ്ങ് സമ്മതിക്കാം. ഒരു 6-7 സീറ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ സമ്മതിക്കാം. ഇപ്പൊ അവരുടെ കയ്യിലുള്ള പാർട്ടികൾ എന്ന് പറയുന്നത് MDMK പോലുള്ള, PMK പോലുള്ള, അൻപുമണി രാംദാസിന്റെ പോലുള്ള ആളുകളുടെയൊക്കെ പാർട്ടികളൊക്കെയാണ്. അവരൊക്കെ തന്നെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. ADMKയുടെ കൂടി ഈ പാർട്ടികളെല്ലാം കൂടി ചേർന്ന സമയത്ത് 22-23 സീറ്റുകളാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ. അങ്ങനെ ജയലളിതയുടെ മാത്രം പിന്തുണ കൊണ്ടാണ് 1998 വാജ്പേയി സർക്കാർ ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ആ കക്ഷികൾ അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഫോഴ്സ് ആയിട്ടുണ്ട്. അത് ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ പറയുന്ന ഞാനിതിനെ ഒരു നിസ്സാരമായി കാണുന്നില്ല. അതായത് DMK, അണ്ണാ DMK എന്നീ 2 പാർട്ടികൾ ആണ്
പിന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ അവരുടെ സഖ്യമില്ലാതെ BJP അവിടെ ഒരു നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടമാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ലെന്നേ. It's again. നോക്കൂ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരിന്റെ കാര്യത്തിൽ നില പരിങ്ങലാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ടുഡേ പറഞ്ഞത്. അതെ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പറയുന്നുണ്ട്. കാര്യം ക്രോസ് വോട്ടിംഗ് തിരുവനന്തപുരത്തുണ്ട് എന്ന് BJP നേരത്തെ ഒരു ഡിഫൻസ് എടുത്തിരുന്നു. ഇനി ആ ഡിഫൻസ് BJPക്ക് ആവശ്യമില്ല. 2 സീറ്റുകളുണ്ടെങ്കിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത്.